നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? അപ്പോൾ നമ്മൾ ഇന്ന് ഇതളിനെ വെള്ളച്ചാട്ടം കാണാൻ കൊണ്ടുപോവുകയാണ്. വെള്ളച്ചാട്ടവും പുഴയും ഒക്കെ കാണാൻ കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള നമ്മൾ പണ്ടേ കളിച്ച് വളർന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ നിന്ന് തന്നെയായിരുന്നു ഞങ്ങളൊരു കാലഘട്ടത്തിലായിരുന്നു മൊത്തം. ടാസ്ക് പരിപാടിയാണ് ഗൈസ്. നല്ല തെന്നലുണ്ടാവും. നോക്കി നോക്കി പോകണം. ദൂരെ വെള്ളം ഒഴുകുന്ന കാണുന്നുണ്ടോ? നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇപ്പം വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല തെളിഞ്ഞിട്ടാണുള്ളത്. ഇങ്ങോട്ട് വരുന്നേരം നോക്കിക്കോ ഏതായിരിക്കും അവസ്ഥ എന്നുള്ളത്. പാറയൊക്കെ നല്ല തെന്നലായി കിടക്കുകയാണ്. അപ്പോൾ ഉരച്ചൊരച്ച് പായലൊക്കെ പോക്കി ഗ്രിപ്പാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. കിങ്ങിണീനെ ആദ്യം കടത്തിയാൽ പിന്നെ ബാക്കി അനിയനുണ്ട് കൂടെ, അവനങ്ങ് സെറ്റാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം ഇവിടെയും കടത്തുന്നത്. പിന്നെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ ഒന്ന് കുളിയെല്ലാം കഴിയാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷേ ദൂരെ നിന്ന് നോക്കിക്കണ്ടിങ്ങ് പോരാൻ മാത്രമേ സാധിച്ചുള്ളൂ. കാരണം പെട്ടെന്ന് മഴ കൂടി, വെള്ളം കൂടി, വെള്ളത്തിൻ്റെ കളറ് മാറി. ഒരു ഡേഞ്ചർ ഇതിലായിരുന്നു. ഇപ്പോൾ ഇറങ്ങാൻ പറ്റിയ സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവരെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അമ്മയൊന്നും ആദ്യമായിട്ടാണ് ഈരോടി വരുന്നത്. ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും കാലമായിട്ട് എത്രയോ വർഷമായി അമ്മ ഇങ്ങോട്ട്. മഴക്കാലത്തൊന്നും ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല. അപ്പം ഞാനിപ്പോൾ റിസ്ക് എടുത്ത് അവരൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇതളിന് മഴ വേണം എന്തൊക്കെയോ പറഞ്ഞ എറണാകുളത്ത് ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ പിന്നെ അവർക്കൊരു ദിവസം കിട്ടുന്നതല്ലേ, എല്ലാം കൂടെ ഒരു ദിവസം അങ്ങ് ഉഷാറാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു കണക്കിന് ഞങ്ങൾ അവിടെ നിന്നെല്ലാം ഒന്ന് കടന്നു പോകുന്നു. ചെരുപ്പ് ഞാനിട്ടേക്ക് ചെരുപ്പ് വേണം അതിലൂടെ നടക്കാൻ എടുത്തോണ്ടായിരുന്നോ? അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇപ്പുറത്ത് കടന്നു. എല്ലാവരും ഉണ്ട് വേക്കിൽ വരുന്നത്. ഞങ്ങൾ മുകളിലോട്ട് നടക്കുകയാണ്. ഒരു 100 മീറ്റർ മുകളിലോട്ട് പോകാനുണ്ട്. വെള്ളവും മഴയൊക്കെ കൂടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ നിറമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മുകളിലേക്ക് ചില നേരം കാണാം ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുഴ, നമ്മുടെ പുഴ. നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നിയെന്ന് വരില്ല, നമുക്കിത് അടിപൊളിയാണ്. പക്ഷെ ഇപ്പോഴത്തെ കാര്യമല്ല, ഇത് തെളിഞ്ഞ് നിൽക്കുന്നൊരു ടൈമുണ്ട്. അപ്പോൾ അടിപൊളിയാണ് കുളിക്കാനും. ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിനൊക്കെ. നല്ല കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ അമ്മയൊക്കെ ആദ്യമായിട്ടായിരിക്കും മഴക്കാലത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളധിക സമയം അവിടെ നിന്നില്ല, താഴേക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മുടെ പുഴേൻ്റെ ഫുള്ള് കലങ്ങി മറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമുക്ക് അടുത്തതിൽ കാണാം. ബൈ.